താമരശ്ശേരി ചുരത്തിൽ ഇന്നും ഗതാഗതക്കുരുക്കാണ് കേട്ടോ. 7-ാം വളവിൽ ടൂറിസ്റ്റ് ബസ്സും വളവിന് താഴെ ലോറിയും ബ്രേക്ക് ഡൗൺ ആയി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ ഗതാഗത തടസ്സം രൂപപ്പെട്ടത്? ഇത് നീക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? മോത്തി, ഗുഡ് മോർണിംഗ്. വളരെ തുടർച്ചയായ ദിവസങ്ങളായി ഇപ്പോൾ പ്രത്യേകിച്ചും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ച് അവധി സമയമാണ്. ഈ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായ പ്രശ്നം നേരിടുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് 7-ാം വളവിന് മുകളിൽ ഒരു ടൂറിസ്റ്റ് ബസ്സും മറ്റൊന്ന് ബെൻസ് ലോറിയുമാണ് ഒന്ന് ചുരത്തിന് 7-ാം വളവിന് മുകളിലും താഴെയുമായി രണ്ടിടങ്ങളിലായി ബ്രേക്ക് ഡൗൺ ആയി. നീണ്ട നിരയാണ് വാഹനങ്ങളുടെ. ഏകദേശം 1.5-2 മണിക്കൂർ എടുത്ത് വേണം ചുരം കയറി പോകാൻ. അരമണിക്കൂർ കൊണ്ട് കയറാവുന്ന ചുരം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ ജീവനക്കാരൊക്കെ എത്തി അത് ഉച്ചയോടുകൂടിയൊക്കെ അത് ശരിയാക്കാൻ സാധ്യതയുള്ളൂ. തകരാറ് മാറ്റി വാഹനങ്ങൾ അവിടുന്ന് മാറ്റാനുള്ള സാധ്യതയുള്ളൂ. അതുവരെ ആ രീതിയിൽ തന്നെ ഒരു വൺ സൈഡായി വാഹനങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗികമാണ്. തിരക്ക് അല്ലെങ്കിൽ ആ ബ്ലോക്ക് ദൂരത്തേക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ വലിയ തോതിൽ വാഹനങ്ങൾ വയനാട്ടിലേക്കും മറ്റ് മൈസൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വയനാട് ചുരം വഴിയാണ് പോകുന്നത്. വയനാട്ടിൽ തന്നെ ടൂറിസ്റ്റ് ഹോമുകളും അത്തരം റിസോർട്ടുകളും എല്ലാം തന്നെ ബുക്ക്ഡാണ്. അപ്പോൾ ആ തരത്തിലുള്ള വലിയ തോതിലുള്ള ജനപ്രവാഹം വയനാട് ഈ താമരശ്ശേരി ചുരം വഴിയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതും ഈ ഗതാഗത കുരുക്ക് ഉണ്ടാക്കുന്നതിനുള്ള കാരണമാണ്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളായി ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും ഇത് പരിഹരിക്കപ്പെടും. ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.